ഡിവൈഎഫ്ഐ കൊല്ലാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെറിറ്റ് ഡേയും ലഹരിവിരുദ്ധ ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. കൊല്ലാട് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടനം പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ടോമിച്ചൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. SSLC, +2 അടക്കം വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കൊല്ലാട് മേഖലയിലെ 8 വാർഡുകളിലുള്ള വിദ്യാർത്ഥികളെയാണ് മെറിറ്റ് ഡേയുടെ ഭാഗമായി അനുമോദിച്ചത്. ഇവർക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മൊമന്റോകളും സമ്മാനിച്ചു. എന്നോടൊപ്പം 1900 എൻ്റെ കൂടെ അന്നത്തെ കാലത്ത് 90% എന്ന് പറഞ്ഞാൽ 510 ഫസ്റ്റ് റാങ്ക്, 600 അന്നത്തെ മാർക്ക്. ഇയാൾക്കൊരു 495 മാർക്ക് വരെയൊക്കെയുള്ള ആളായിരുന്നു. അടുത്ത കൂട്ടുകാരനാണ്. ഞങ്ങൾ ഒന്നിച്ച് പ്രീ ഡിഗ്രിക്ക് സെന്റ് ബർക്ക്മാൻസ് കോളേജിൽ ചേർന്നു. ഇപ്പം എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞ പോലെ പുള്ളിയുടെ അവസ്ഥ ഞാൻ പറയാം. ഒരു കൈലിമുണ്ട് കൊടുത്ത് തോളയിൽ ഒരു തോർത്തിട്ട് അത് ഈ തോളയിലിടും, എടുത്ത് ഈ തോളയിലിടും. ഇങ്ങനെ ഒരറ്റത്ത് നിന്ന് രാവിലെ നടപ്പ് തുടങ്ങിയാൽ 6-7 മണിയാവുമ്പോൾ തിരിച്ചെത്തും. വഴിക്കുന്നൊക്കെ ഭക്ഷണവും കഴിക്കും. എന്താ സംഭവിച്ചോന്നറിയാമോ? പ്രീ ഡിഗ്രി ക്ലാസ് അന്നേ നമ്മൾ പറയുന്ന MDയും MAയും PhDയും ഒന്നും ഇല്ല. സിന്തറ്റിക് ഡ്രഗ്സുകളൊന്നുമില്ല. കഞ്ചാവ് എന്ന് പറഞ്ഞു ഒരു ഡ്രഗേ ഉള്ളൂ. പ്രീ ഡിഗ്രി ക്ലാസ്സിൽ അവൻ അതിന് വഴിപ്പെട്ടു പോയി. അവനെ അതിൽ നിന്ന് രക്ഷിക്കാൻ 16 വയസ്സുള്ള കുട്ടികളായ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇന്നത്തെ പോലുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അവനുമായി കലഹിച്ചു, അവൻ പിണങ്ങി, അവൻ ഞങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ടും വിട്ട് അവൻ അതിന്റെ പിന്നാലെ പോയി. ഇന്നത്തെ അവന്റെ അവസ്ഥയാ പറഞ്ഞ 495 മാർക്ക്, 95% മാർക്കുള്ള ഒരു കുട്ടി, അതിബുദ്ധിമാനായ കുട്ടി. സാധാ ആവറേജ് കുട്ടി 50% വാങ്ങിയ ആളെ എനിക്ക് ഇന്നിതൊക്കെ ആകാൻ കഴിഞ്ഞെങ്കിൽ, മക്കളെ ലഹരി ഉപയോഗിക്കരുത്. പകരം സാറ് പറഞ്ഞതുപോലെ പോസിറ്റീവ് ലഹരിയിലേക്ക് നമുക്ക് വരണം. എക്സൈസ് ഇൻസ്പെക്ടർ ഫിലിപ്പ് തോമസ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. മേഖലാ പ്രസിഡന്റ് രഞ്ജിത്ത് രവീന്ദ്രൻ അധ്യക്ഷനായി. ഡിവൈഎഫ്ഐയുടെയും CPMൻ്റെയും നേതാക്കളായ മനു P. മോഹൻ, ഷാജി P. ഉതുപ്പ്, VR. രവീന്ദ്രൻ, PC. ബെഞ്ചമിൻ തുടങ്ങിയവരും സംസാരിച്ചു.